ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടോ. ഞാനത് വണ്ടി പവർ മോഡിലേക്ക് ഒന്ന് ഇടുവാണ്. ഞാൻ ശരിക്കും കൈ കൊടുത്തില്ല, അപ്പോൾ കൈ കൊടുത്ത് നോക്കാം. നമുക്ക് കൈ കൊടുത്ത് ഓടിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ TVSൻ്റെ കമ്പ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിലെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റൈഡർ 125 എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വണ്ടിയുടെ ആ ഒരു ഹെഡ്ലൈറ്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് നമുക്ക് TVS ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതിലെ ഒരു DRL കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ടയർ, അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ചെറിയ 2 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ മിറർ, പിന്നെ TVS എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മേളിലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150cc ബൈക്കിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് TVS കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്കാണ് നമ്മുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ TVSൻ്റെ ഒരു ലോഗോ, അതുപോലെ തന്നെ ടാങ്ക് ക്യാനിലും അത്യാവശ്യം സൈസിലുള്ളൊരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈഡർ എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് വരുന്നത് സ്പ്ലിറ്റഡ് സീറ്റാണ്. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ്റെ പോർഷൻ കാണാൻ സാധിക്കും. TVS എന്ന് പറഞ്ഞൊരു ലോഗോ ഒക്കെ എഞ്ചിനിൽ നമ്മുടെ TVSൻ്റെ എല്ലാ വണ്ടിയിലും കൊടുത്തേക്കുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അതായത് എഞ്ചിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഞ്ചിൻ ഗാർഡ് പോലത്തെ ഒരു അവിടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു ടെയിൽ ലാമ്പ് കാണാൻ സാധിക്കും. അതുപോലെ ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ TVS എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിൻ വരുന്നത് ഒരു 125cc പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഗിയർ വരുന്നത് നമുക്കൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് മോണോഷോക്ക് ആണ്. അപ്പോൾ എന്താണ് നമുക്കിനി ഹാൻഡിലിൻ്റെ സൈഡിലേക്ക് വരാം. അവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കീ ഒന്ന് ഓൺ ആക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ വണ്ടിക്ക് 2 മോഡ് വരുന്നുണ്ട്. അതായത് പവർ, അതുപോലെ എക്കോ എന്ന് പറഞ്ഞ 2 മോഡ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് മോഡിലാണ് കിടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ RPM അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മോഡ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു എക്കോ, അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നിഷൻ്റെ സ്വിച്ച്, പിന്നെ മിററാണല്ലോ അത്യാവശ്യം നല്ല ഒരു സൈസിലുള്ളൊരു മിററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോണിൻ്റെ സ്വിച്ച്, ഇത്രയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് വരുന്നത് 80, 100, 17 ആണ്. ബാക്ക് ടയർ വരുന്നത് 100, 90, 17 ആണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 123 കിലോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെ പറ്റി കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടിയുടെ ബ്രേക്കിങ്, അതുപോലെ സസ്പെൻഷൻ, റൈഡിങ് കംഫോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ എക്കോ മോഡലാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ.
വണ്ടിക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു പവറുണ്ട്. അതായത് എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ നമ്മൾ കയറുന്നുണ്ട്. ഞാൻ ശരിക്കും കൈ കൊടുത്തില്ല, അപ്പോൾ കൈ കൊടുത്ത് നോക്കാം. നമുക്ക് കൈ കൊടുത്ത് ഓടിച്ച് നോക്കാം. കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പവറുണ്ട്. കാറ് വരുന്നുണ്ടല്ലോ. അതുപോലെ സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സസ്പെൻഷൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചാട്ടം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് വണ്ടി ഒന്ന് സ്പോർട്സ് മോഡിലേക്ക്, അതായത് സ്പോർട്സ് മോഡല്ല, പവർ മോഡിലേക്ക് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ശരിക്കും അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് അറിയാനുണ്ട്. കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പവർ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് തിരിക്കാം. ഇപ്പോൾ വണ്ടി ഇതേ ഇപ്പം നമ്മുടെ പവർ മോഡിലാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിങ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി കൈ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പീഡ് കയറി കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകുന്നൊരു പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊള്ളാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം രണ്ട് മോഡിലും, അതായത് എക്കോയിലും പവറിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ വണ്ടിക്കുണ്ട് കേട്ടോ. പറയത്തക്ക തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. റൈഡിങ് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റ് സീറ്റിംഗ് പൊസിഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരു പൊസിഷനെ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. ബ്രേക്കിംഗ് ആണല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് തന്നെ വരുന്നുണ്ട്. വണ്ടി പെട്ടെന്ന് തന്നെ നിൽക്കുന്നുണ്ട്. പാളിപ്പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്കത് ഈ ഒരു ചെറിയൊരു ഓഫ് റോഡ് വഴി കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഒരു സസ്പെൻഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനത് വണ്ടി പവർ മോഡിലേക്കൊന്ന് ഇടുകയാണ്. കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ വരുന്നുണ്ട്. നമുക്ക് വലിയ ചാട്ടമൊന്നും കാര്യമായിട്ട് അങ്ങനെ അറിയുന്നില്ല. അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ പോകാനും പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ. കൊള്ളാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് വരുന്നത് കോമ്പി ബ്രേക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ബാക്കി ബ്രേക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ഫ്രണ്ടിലും കൂടെ അതിൻ്റെ ഒരു പിടുത്തം വരുന്നുണ്ട്. വണ്ടി ഒന്ന് സ്ലോ ആവും. അപ്പം കോമ്പി ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു സിസ്റ്റം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസും വേരിയൻസും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് നമ്മുടെ 125cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ TVS റൈഡർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. അത്യാവശ്യം പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പെർഫോമൻസ്, ലുക്കിൻ്റെ കാര്യത്തിൽ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് റൈഡർ 125. അപ്പോൾ എന്നാൽ ഒരു സ്കൂട്ടിയിൽ നിന്ന് ഒരു ബൈക്കിലേക്ക് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് റൈഡർ 125. അതുപോലെ ഡെയിലി യൂസിനൊക്കെയാണെങ്കിലും പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൈലേജ്, ഞാൻ മൈലേജിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അത്യാവശ്യം ഒരു 50 കിലോമീറ്റർ എങ്ങനെ പോയാലും മൈലേജ് കിട്ടും. നമ്മൾ ആ എക്കോ മോഡലിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൈലേജ് തന്നെ വണ്ടിക്ക് കിട്ടും. പിന്നെ നമ്മുടെ റൈഡിങ് അനുസരിച്ചാണ് 50 to 60 കമ്പനി പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ളൊരു മൈലേജ് കിട്ടുന്നൊരു വണ്ടി തന്നെയാണ് റൈഡർ 125. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.